ഹായ് ഓൾ. സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൻ്റെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. 2022 ചോദിച്ച സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൻ്റെ മൊഡ്യൂൾ 4 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ പറയുന്ന സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. പാർട്ട് എയിൽ 3 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഡിഫൈൻ എനർജി സ്പെക്ട്രൽ ഡെൻസിറ്റി ഓഫ് എ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ആൻഡ് ഹൗ ക്യാൻ യു റിലേറ്റ് ഇറ്റ് ടു ദ DTFT ഓഫ് എ സിഗ്നൽ. ഒരു തിയറി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ പറയാം. കാരണം നോർമലി നമ്മൾ സിഗ്നൽസിൽ ഇതുവരെ കണ്ട ക്വസ്റ്റ്യൻസ് എല്ലാം പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ ഇവിടെ നോക്കുക, നമുക്ക് തന്നിരിക്കുന്ന ടേം എന്ന് പറയുന്നത് എനർജി സ്പെക്ട്രൽ ഡെൻസിറ്റി ആണ്. അപ്പോൾ നമ്മുടെ ഫൊറിയർ ട്രാൻസ്ഫോമുമായിട്ട് ബന്ധപ്പെട്ടാണ് നോർമലി നമ്മൾ എനർജി സ്പെക്ട്രൽ ഡെൻസിറ്റി പഠിക്കാറുള്ളത്. അപ്പോൾ എനർജി സ്പെക്ട്രൽ ഡെൻസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ സിഗ്നലിൻ്റെ എനർജി. അപ്പോൾ സിഗ്നൽ എനർജി ഓരോ ഫ്രീക്വൻസി കമ്പോണൻസിനും എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, ആ ഒരു ഐഡിയ ആണ് നമ്മൾ എനർജി സ്പെക്ട്രൽ ഡെൻസിറ്റി കൊണ്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഫ്രീക്വൻസി ഡൊമെയിനിൽ എങ്ങനെയാണ് എനർജി സ്പ്രെഡ് ആയിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ ആണ് ഈ എനർജി സ്പെക്ട്രൽ ഡെൻസിറ്റി കൊണ്ട് മനസ്സിലാവുന്നത്. ഓരോ ഫ്രീക്വൻസിക്കും ഓരോ ഫ്രീക്വൻസി റേഞ്ചിൽ എന്തുമാത്രം, അപ്പോൾ അതിൻ്റെ ഒരു നോർമൽ ക്വാണ്ടിറ്റി അല്ലേ, നോർമലൈസ്ഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് ഈ പറഞ്ഞ എനർജി സ്പെക്ട്രൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ മാത്തമാറ്റിക്കൽ സൈഡ് നോക്കാം, എങ്ങനെയാണ് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് DTFT ആയിട്ട്. അപ്പോൾ അതിന് വേണ്ടി പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പ്രോപ്പർട്ടീസ് പഠിക്കുന്നൊരു തിയറമാണ് പാർസെവൽസ് റിലേഷൻ അല്ലെങ്കിൽ പാർസെവൽസ് തിയറം എന്നുള്ള രീതിയിൽ നമ്മൾ പഠിക്കാറുണ്ട് DTFTയുടെ പ്രോപ്പർട്ടീസ് പഠിക്കുമ്പോൾ. ആ പ്രോപ്പർട്ടി ഇതാണ്: എനർജി ഓഫ് എ സിഗ്നൽ, അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ എനർജിക്ക് ഒരു റിലേഷൻ പഠിക്കുന്നുണ്ട്. ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിൻ്റെ എനർജി കണ്ടുപിടിക്കുന്ന ഫോർമുല ഇതാണ്: സിഗ്മ n -∞ to ∞ മോഡുലസ് ഓഫ് x ഓഫ് n ദ ഹോൾ സ്ക്വയർ. അപ്പോൾ നോക്കുക, ഈ ഫോർമുല വെച്ചിട്ട് നമ്മൾ ടൈം ഡൊമൈനിലുള്ള സിഗ്നലിൻ്റെ എനർജിയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നോക്കുക, എക്സ് ഓഫ് എൻ എന്ന് പറയുന്ന സിഗ്നലിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം എക്സ് ഓഫ് e⁻ ആണെങ്കിൽ നമുക്ക് ഫ്രീക്വൻസി ഡൊമൈനിൽ നിന്നിട്ടും സിഗ്നലിൻ്റെ എനർജി കണ്ടുപിടിക്കാം എന്നാണ് പാർസെവൽസ് തിയറം പറയുന്നത്. നോക്കുക, ആ ഫൊറിയർ ട്രാൻസ്ഫോം അറിയാമെന്നുണ്ടെങ്കിൽ ഫ്രീക്വൻസി ഡൊമൈനിൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ ഉള്ള ഇക്വേഷനാണ് ഈ കാണുന്നത്: 1/2π ∫ -π to π മോഡുലസ് ഓഫ് x ഓഫ് e⁻ ദ ഹോൾ സ്ക്വയർ dω. നോക്കുക, ടൈം ഡൊമൈനിൽ എനർജി കണ്ടുപിടിച്ചാലും ഫ്രീക്വൻസി ഡൊമൈനിൽ എനർജി കണ്ടുപിടിച്ചാലും സെയിം. അതാണ് പാർസെവൽസ് റിലേഷനിൽ നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ. ഈ ഒരു ഇൻഫർമേഷനിൽ നിന്ന് തന്നെ നമുക്ക് എനർജി സ്പെക്ട്രൽ ഡെൻസിറ്റി എന്താണെന്നുള്ളതും കൂടെ വേണമെങ്കിൽ പറയാം. നോക്കുക, ഇത് ഫ്രീക്വൻസി ഡൊമൈനാണ് അല്ലേ. ഫ്രീക്വൻസി ഡൊമൈനിൽ നിന്നിട്ടാണ്, ഫ്രീക്വൻസിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, ഒമേഗയാണ് അല്ലേ. ഒമേഗ ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് വന്നിട്ടുണ്ട്. നോക്കുക, നമ്മൾ -π to π, അതായത് നമുക്കറിയാം പീരിയോഡിക് സ്പെക്ട്രമാണ് DTFTക്ക് കിട്ടുക. ആ സ്പെക്ട്രം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പീരീഡ് എടുക്കുകയാണെങ്കിൽ അവിടെയുള്ള എല്ലാ ഫ്രീക്വൻസിയുടെയും അല്ലേ എനർജി ടോട്ടൽ 2π ആണ്. അപ്പോൾ ടോട്ടൽ എനർജി കണ്ടുപിടിച്ചിരിക്കുകയാണ് ഇവിടെ. നോക്കുക, മോഡുലസ് ഓഫ് x ഓഫ് e⁻ ദ ഹോൾ സ്ക്വയർ -π to π ടോട്ടൽ എനർജി കണ്ടുപിടിച്ചു. അതിനെ എന്തുകൊണ്ടാണ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്ന എനർജി ബൈ ടോട്ടൽ എനർജി ഡിവൈഡ് ബൈ ദ സ്പെക്ട്രം അല്ലേ, ബാൻഡ് വിഡ്ത്ത് പോലുള്ളൊരു ക്വാണ്ടിറ്റി കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നോക്കുക, ഈ മോഡുലസ് ഓഫ് x ഓഫ് e⁻ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നതാണ് ആക്ച്വലി നമ്മുടെ എനർജി സ്പെക്ട്രൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഫൊറിയർ ട്രാൻസ്ഫോമും നമ്മുടെ എനർജി സ്പെക്ട്രൽ ഡെൻസിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഇതാണ്. എസ് എന്നുള്ള ലെറ്റർ വെച്ചിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ എനർജി സ്പെക്ട്രൽ ഡെൻസിറ്റി ഈസ് മോഡുലസ് ഓഫ് x ഓഫ് e⁻ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ നോക്കിയേ, ഇത് എനർജി സ്പെക്ട്രൽ ഡെൻസിറ്റിയാണ്. അപ്പോൾ ടോട്ടൽ എനർജി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ആ -π to π ആ എനർജിനെ എന്ത് ചെയ്യുക, ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ടോട്ടൽ കിട്ടി. ക്ലിയർ ആണ്? അപ്പോൾ ഇതാണ് നമ്മുടെ റിലേഷൻഷിപ്പ്. നമുക്കിനി അടുത്ത പോയിന്റിലേക്ക് നോക്കാം. അടുത്ത് ചോദിച്ചിരിക്കുന്നത് ഡിറ്റർമിൻ ദ ഫൊറിയർ സീരീസ് കോഎഫിഷ്യന്റ് ഓഫ് ദ സിഗ്നൽ. അപ്പോൾ ഒരു സിഗ്നൽ തന്നിട്ടുണ്ട് x ഓഫ് n 2 + cos π/3n + π/4 അങ്ങനെയാണ് തന്നിരുന്നത്. അപ്പോൾ നോക്ക്, ഇവിടെ നേരത്തെ എക്സ്പ്രഷനിൽ എനിക്ക് തോന്നുന്നു ഈ മാർക്ക് ഒരു 1 2 എന്നുള്ള രീതിയിലായിരിക്കും ഡിവൈഡ് ചെയ്ത് വരിക. ഒരു ഡെഫിനിഷൻ പറയുന്നതിന് എനിക്ക് തോന്നുന്നു ഡെഫിനിഷനായിരുന്നു കൂടുതൽ വെയിറ്റേജ് എന്ന് തോന്നുന്നു. 2 ദെൻ റിമൈനിങ് പോർഷന് ഒരു മാർക്ക്, ആ രീതിയിലായിരുന്നു അതിൻ്റെ ഡിവിഷൻ വന്നിരുന്നത്. അപ്പോൾ നോക്കി, ഇനി നമുക്ക് കണ്ടുപിടിക്കുന്നത് ഡിറ്റർമിൻ ദ ഫൊറിയർ സീരീസ് കോഎഫിഷ്യന്റ് ഓഫ് ദ സിഗ്നൽ. അപ്പോൾ നമുക്കറിയാം ഡിസ്ക്രീറ്റ് ടൈം ഫൊറിയർ സീരീസിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് x ഓഫ് n = സിഗ്മ Cn into e⁻j k omega n
ഓക്കെ, JK⍵0n. ഈ രീതിയിലാണ് നമ്മുടെ അതിൻ്റെ എക്സ്പ്രഷൻ വരുന്നത്. അപ്പോൾ നോക്കാം, ഈ കോഎഫിഷ്യൻ്റ് ആണ്, ഫൊറിയർ സീരീസ് കോഎഫിഷ്യൻ്റ് ആണ് CK e⁻⁻⁴n. അപ്പോൾ ഈ CK എന്ന് പറയുന്ന ഫൊറിയർ സീരീസ് കോഎഫിഷ്യൻ്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കുക, നമുക്ക് ഈ പറയുന്ന എക്സ്പ്രഷൻ വെച്ചിട്ട്, അല്ലെങ്കിൽ CKക്ക് ഒരു എക്സ്പ്രഷൻ ഉണ്ട്, ഈ CKയുടെ എക്സ്പ്രഷൻ വെച്ചിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷെ നമ്മൾ അതിനേക്കാളും ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്, നമ്മൾ തിയറി പഠിച്ചപ്പം നമുക്ക് തന്നിരിക്കുന്ന എക്സ്പ്രഷനെ ഇപ്പോൾ കോസ് അല്ലേ, അപ്പോൾ അതിന് നമുക്ക് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം e⁻⁻⁻ പ്ലസ് e⁻⁻⁻j⁻². ഈ ഫോർമുല വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കുക, e⁻⁻⁻j⁻⁴n പ്ലസ് π/4 ഇതൊരു ടേം. നെക്സ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ e⁻⁻j⁻⁻3n പ്ലസ് π/4 ഡിവൈഡ് ബൈ 2 എന്നാണ്. അപ്പോൾ രണ്ടും ബൈ 2 ആയി. ഇനി നോക്കുക, നമ്മളിവിടെ നമ്മുടെ സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ എഴുതി കഴിഞ്ഞാൽ e⁻⁻j⁻⁻0 ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ഫണ്ടമെൻ്റൽ പീരീഡ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് അവിടെ വരുന്നത്, അല്ലെങ്കിൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ നോക്കുക, നമ്മുടെ ഇവിടെ കിട്ടിയിരിക്കുന്ന ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി നമുക്കൊന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ നോക്കുക, ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി n = നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 2π/ω × m എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നോക്കുക, ഇവിടെ തന്നിരിക്കുന്ന 2π ω എന്ന് പറയുന്ന പ്ലേസിൽ കിടക്കുന്നത് π/3. ഓക്കെ, അപ്പോൾ നമ്മൾ π ക്യാൻസലായി നമുക്ക് കിട്ടുന്നത് 6 എന്നാണ്, എമ്മിൻ്റെ വാല്യൂ 1ന് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്, ഫണ്ടമെൻ്റൽ പീരീഡ് എന്ന് പറയുന്നത് എന്താണ്, 6 ആണ്. അപ്പോൾ ആ ഒരു ഐഡിയ നമുക്കുണ്ട്. അപ്പോൾ നമുക്കത് വെച്ചിട്ട് ഈ പറയുന്ന പ്രോബ്ലം എങ്ങനെ അപ്രോച്ച് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇത് 6 ആണ്, അല്ലെങ്കിൽ π/3 എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്, ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എന്നുള്ള രീതിയിൽ എടുക്കാം. അപ്പോൾ നോക്കുക, നമ്മുടെ ഈ എക്സ്പ്രഷൻ എഴുതി കഴിഞ്ഞാൽ, ഇതിനെ ഒന്നുകൂടെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 2 എന്ന് പറയുന്നൊരു ടേം കിട്ടി. നോക്കുക, സെക്കൻഡ് നോക്കുക, ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ നമ്മുടെ എക്സ്പ്രഷൻ e⁻⁻j⁻k അല്ലേ, ആ ടേം വരുന്നത് ഒന്ന്, അല്ലാതെ വരുന്ന ഒന്ന്. നമുക്ക് അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിൽ e⁻⁻⁴/2 അതൊരു ടേം ഉണ്ട്. ദെൻ e⁻⁻j⁻⁻3 ഇത് വേറൊരു ടൈമാണ് അല്ലേ, പ്ലസ് e⁻⁻j⁻⁴/2 ഇൻറ്റു e⁻⁻j⁻⁻3n ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സ്പ്രഷൻ വെച്ച് നോക്കിക്കഴിയുമ്പം ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് നോക്കുക, ഈ പറയുന്ന എക്സ്പ്രഷനിൽ നമ്മുടെ ഈ പറയുന്ന കോഎഫിഷ്യൻ്റ് വരുന്നത് പോയിന്റുകൾ നമുക്കൊന്ന് നോക്കാം. എന്നിൻ്റെ വാല്യൂ 6 ആണെന്ന് മനസ്സിലായി. നോക്കുക, ഈ പറയുന്ന എക്സ്പ്രഷനിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ സ്റ്റാൻഡേർഡ് ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് വരുന്നത് 2π/ω0 അല്ല, 2π/n എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 6 ആണ്, സോ നമുക്ക് കിട്ടുന്നത് π/3 ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ π/3 ഇവിടെ നോക്കുക, 1π/3, 2π/3, 4π/3 ഈ രീതിയിലാണ് നമുക്ക് വരിക. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ എക്സ്പ്രഷൻ അനുസരിച്ച് ഇവിടെ വന്നിരിക്കുന്നത് π/3 അല്ലേ, അതിന് 1 വന്നിട്ടുണ്ട്. ഇവിടെ വന്നിരിക്കുന്നത് കെയുടെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് -1 ആണ്. ഇനി നോക്കുക, ഒരു കോൺസ്റ്റൻറ്റ് ടൈം വരുന്നുണ്ട് e⁻⁻0 അല്ലേ, അപ്പോൾ അതും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറയാം C0 എന്ന് പറയുന്നത് 2 ആണ്, അതേപോലെ C1 എന്ന് പറയുന്നുണ്ട്. C1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എഴുതാം e⁻⁻j⁻⁴/2. C-1 എന്ന് പറയുന്നത് e⁻⁻j⁻⁴2. സോ ബാക്കിയുള്ള കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത് എന്താണ്, 0 ആണ്. അപ്പോൾ നമ്മൾ ഒരു 6 സാമ്പിൾസ് എടുക്കുകയാണെങ്കിൽ ആ 6 സാമ്പിൾസിൽ ഇത്രയും വാല്യൂസ് മാത്രമേ എന്തായിട്ട് വരുന്നുള്ളൂ, വാലിഡ് ആയിട്ട് വരുന്നുള്ളൂ. ബാക്കിയുള്ള വാല്യൂസ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് എന്താണ്, 0 ആയിട്ടായിരിക്കും. അപ്പോൾ നമുക്ക് പിന്നെ വരുന്ന കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ C0 തൊട്ട് എഴുതുകയാണ്. ഇപ്പോൾ നമ്മൾ -3 തൊട്ട് എഴുതുകയാണെങ്കിൽ, അല്ലെങ്കിൽ -2 തൊട്ടോ
6 അല്ലേ? അപ്പോൾ നമ്മളൊരു പീരീഡ് എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഓപ്പോസിറ്റ് സൈഡിൽ മൈനസ് ഇപ്പോൾ C0 ഇപ്പോൾ C2ലും C-2 ഈ പറയുന്ന കോഎഫിഷ്യൻസ് ഒക്കെ എന്തായിരിക്കും? 0 ആയിരിക്കും. അതേപോലെ C3യും C-3 ഈ പറയുന്ന കോഎഫിഷ്യൻ്റ് എന്ത് തന്നെയായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടി, നമുക്ക് ആകെ വരുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് C0 2 ആണ്, C1 e⁻⁴ ആണ്, C-1 എന്ന് പറയുന്നത് e⁻⁻⁴ 2 ആണ്. അപ്പോൾ നമ്മുടെ കോഎഫിഷ്യൻസ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം നമുക്ക് ഈ ഒരു അപ്രോച്ചിൽ നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് പാർട്ട് ബിയുടെ ക്വസ്റ്റ്യൻസ് ആണ്. പാർട്ട് ബിയിലെ അനാലിസിസ് വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് DTFT ആയിട്ട് റിലേറ്റ് ചെയ്താണ്. സോ DTFT ഓഫ് ദി ഫോളോയിങ് സീക്വൻസ് യൂസിങ് ദ പ്രോപ്പർട്ടി ഗിവൺ x ഓഫ് n ഹാസ് എ DTFT x ഓഫ് e⁻⁻. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന x ഓഫ് e⁻⁻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ x ഓഫ് n-ൻ്റെ ട്രാൻസ്ഫോം, x ഓഫ് n-ൻ്റെ ട്രാൻസ്ഫോം ആണ് x ഓഫ് e⁻⁻ എങ്കിൽ ചോദിച്ചിരിക്കുന്നത് x1 ഓഫ് n-ൻ്റെ ട്രാൻസ്ഫോം എന്താണ്? അപ്പോൾ x1 ഓഫ് n-ൻ്റെ ട്രാൻസ്ഫോമിൻ്റെ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കുക, നമ്മൾ പ്രോപ്പർട്ടീസ് ആണ് അപ്ലൈ ചെയ്യേണ്ടത് ആക്ച്വലി. അപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നോക്കി കഴിഞ്ഞാൽ x ഓഫ് 1 മൈനസ് n ആണ്. അപ്പോൾ നമ്മളതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും x ഓഫ് -n + 1 ആണ്. അപ്പോൾ നമ്മുടെ എക്സ്പ്രഷനിൽ ആദ്യമേ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് x ഓഫ് n-ൻ്റെ അറിയാം. അങ്ങനെയാണെങ്കിൽ x ഓഫ് n + 1-ൻ്റെ ട്രാൻസ്ഫോം എന്തായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയാണ്. ആ ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അനുസരിച്ച് നമുക്കറിയാം e⁻j⁻ x ഓഫ് e⁻j⁻. അപ്പോൾ ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി, അപ്പോൾ നിങ്ങൾ എഴുതണം, പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പ്രോപ്പർട്ടി ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി എന്താണെന്നുള്ളത് ആദ്യം എഴുതണം. അപ്പോൾ x ഓഫ് t-t0 ആണെങ്കിൽ നമ്മുടെ DTFT ആണ്. ഞാനപ്പോൾ എഴുതിയതിൽ വ്യത്യാസം എന്ന് വെച്ചാൽ n ആണ് വരേണ്ടത്, n0. അപ്പോൾ ആ രീതിയിൽ എഴുതുകയാണെങ്കിൽ നമുക്ക് പറയാം e⁻j⁻n0 ഇൻറ്റു x ഓഫ് e⁻j⁻. So according to time shifting property, this is time shifting property, we can write x of n plus 1 is e⁻j⁻ into x of e⁻j⁻. ഇനി നമുക്ക് അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ n-ന് എന്താക്കുക? നെഗറ്റീവ് ആണ്, ടൈം റിവേഴ്സലാണ്. ടൈം റിവേഴ്സലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇത്രയേ ഉള്ളൂ, ടൈം റിവേഴ്സൽ പ്രോപ്പർട്ടി. സോ ടൈം റിവേഴ്സൽ പ്രോപ്പർട്ടി വെച്ചിട്ട് നമ്മുടെ x ഓഫ് -n എന്ന് പറയുന്നത് x ഓഫ് e⁻ -j⁻ആയിട്ട് മാറും. അപ്പോൾ ഒമേഗയുടെ പ്ലേസിൽ എന്ത് ചെയ്താൽ മതി? മൈനസ് ആക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ എക്സ്പ്രഷൻ എങ്ങനെയാവും? e⁻j⁻, x ഓഫ് e⁻ -j⁻. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ടുണ്ട്. x1 ഓഫ് n ഇസ് ഈക്വൽ ടു x ഓഫ് 1 മൈനസ് n. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, x2 ഓഫ് n അല്ലേ? സോ x2 ഓഫ് n എന്ന് പറയുന്നത് ഇവിടെ തന്നിരിക്കുന്നത് e⁻j⁻⁴n, e⁻j⁻⁴n ഇൻറ്റു x ഓഫ് n മൈനസ് 2, x ഓഫ് n മൈനസ് 2. അപ്പോൾ നോക്കുക, ഈ രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യമേ അറിയാം x ഓഫ് n-ൻ്റെ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് x ഓഫ് e⁻j⁻ ആണ്. ഈ കാര്യം നമുക്ക് ക്ലിയർ ആണ്. ക്വസ്റ്റിനിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന അസംഷനാണ്. അപ്പോൾ നമുക്ക് അടുത്ത വേണ്ടത് x ഓഫ് n മൈനസ് 2 ആണ്. അപ്പോൾ x ഓഫ് n മൈനസ് 2-ൻ്റെ ട്രാൻസ്ഫോം കണ്ടുപിടിക്കുന്നത് ഇതെല്ലാം മനസ്സിലാക്കേണ്ടത് ഈക്വൽ അല്ല കേട്ടോ, ഇറ്റ് ഗീവ്സ് എന്നുള്ള രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ DTFT കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ജസ്റ്റ് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രോബ്ലത്തിൽ. സോ e⁻²j⁻ ഇൻറ്റു x ഓഫ് e⁻j⁻. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ x ഓഫ് n മൈനസ് 2 ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി വെച്ചിട്ട്. നെക്സ്റ്റ് നോക്കുക, ഇവിടെ നമുക്ക് ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് എന്ത് ചെയ്തിരിക്കുകയാണ്? മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ് അല്ലേ? കോൺസ്റ്റൻ്റ് അല്ല, ഒരു ഫംഗ്ഷൻ എക്സ്പോണൻഷ്യൽ സിഗ്നൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നോക്കുക, നമ്മുടെ ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അനുസരിച്ച് a⁻n ഈ രീതിയിൽ എഴുതുമ്പോൾ നമ്മുടെ ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയാണ് ഇവിടെ വരുന്നത്. ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്കിവിടെ എഴുതാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടുത്തെ ഫ്രീക്വൻസി കമ്പോണൻറ്റ് അല്ലേ, ഇറ്റ്സ് π/4. അപ്പോൾ ഈ π/4 നമ്മൾ അവിടെ എന്ത് ചെയ്താൽ മതി? ഷിഫ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ e⁻j⁻⁴n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റു x ഓഫ് n മൈനസ് 2. ഇതിൻ്റെ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ x ഓഫ് n മൈനസ് 2-ൻ്റെ ട്രാൻസ്ഫോം നമുക്ക് അറിയാം. അപ്പോൾ നമ്മളിനി ചെയ്യേണ്ടത് ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് ആണ്. അപ്പോൾ π/4 യൂണിറ്റ് നമ്മുടെ ഒമേഗ എല്ലാ സ്ഥലത്തും എന്ത് ചെയ്യുക? ഷിഫ്റ്റ് ചെയ്യുക. സോ ഒമേഗ മൈനസ് π/4 ഇൻറ്റു x ഓഫ് e⁻j⁻ മൈനസ് π/4.
ഇതായിരിക്കും നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഈ ഒരു പോർഷൻ. നമുക്കതിൻ്റെ സെക്കൻഡ് പാർട്ട് ചെയ്യാം. സെക്കൻഡ് പാർട്ടിൽ തന്നിരിക്കുന്നത് കൺസിഡർ ആൻ LTI സിസ്റ്റം ദാറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ ഡിഫറൻസ് ഇക്വേഷൻ y of n is equal to y of n minus 3/4 y of n minus 1 plus 1/8 y of n minus 2 is equal to x of n എന്നാണ്. അപ്പോൾ ഇതൊരു ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റമാണ് തന്നിരിക്കുന്നത്. ചോദിച്ചിരിക്കുന്നത് LTI സിസ്റ്റം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് ദ ഫ്രീക്വൻസി റെസ്പോൺസ് h of e raised to j omega ചോദിച്ചിട്ടുണ്ട്, ഇമ്പൾസ് റെസ്പോൺസും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഈ ഫ്രീക്വൻസി റെസ്പോൺസിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിച്ച് നമുക്ക് എന്ത് കിട്ടും? ഇൻവേഴ്സ് DTFT കണ്ടുപിടിച്ചാൽ നമുക്ക് h of n കിട്ടും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഫ്രീക്വൻസി റെസ്പോൺസ് കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം ഒരു LTI സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ LTI സിസ്റ്റത്തിൻ്റെ ഇൻപുട്ട് x of n ആണ്, ഔട്ട്പുട്ടിനെ നമ്മൾ y of n എന്ന് പറയും. ഈ സിസ്റ്റത്തിൻ്റെ ബിഹേവിയർ ആണ് നമ്മൾ h of n എന്ന് പറയുന്നത്. സോ ഡിസ്ക്രീറ്റ് ടൈം LTI സിസ്റ്റം ആണ്. അപ്പോൾ x of n-ൻ്റെ ട്രാൻസ്ഫോം x of e raised to j omega ആണെന്ന് വിചാരിക്കുക. y of n-ൻ്റെ y of e raised to j omega. h of n-ൻ്റെ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് h of e raised to j omega. അപ്പോൾ നമുക്കറിയാം y of n എന്ന് പറയുന്നത് x of n കൺവല്യൂഷൻ h of n ആണ് അല്ലേ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ നമ്മുടെ ഇതിപ്പോൾ നമ്മൾ ടൈം ഡൊമൈനിൽ എഴുതിയ സോ ഈ എക്സ്പ്രഷൻ്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ഡൊമൈൻ ഇക്വേഷൻ ഇതാണ്. y of e raised to j omega is equal to x of e raised to j omega into h of e raised to j omega. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു ക്വാണ്ടിറ്റി കിട്ടും h of e raised to j omega. h of e raised to j omega എന്ന് പറഞ്ഞാൽ y of e raised to j omega by x of e raised to j omega. അപ്പോൾ നമ്മൾ ഈ എക്സ്പ്രഷൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം എടുക്കുക, DTFT കണ്ടുപിടിക്കുക. അപ്പോൾ നോക്കുക y of n ആണ്, അതിൻ്റെ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ y of e raised to j omega. ഓക്കെ, ദെൻ മൈനസ് 3/4 ഇവിടെ ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക. സോ e raised to മൈനസ് j omega ഇൻറ്റു y of e raised to j omega പ്ലസ് 1/8 e raised to minus 2j omega, കാരണം y of n minus 2 ആണ്. അപ്പോൾ ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു. y of e raised to j omega is equal to x of e raised to j omega. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്താ ആ പറയുന്ന സിസ്റ്റത്തിൻ്റെ ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം, ആ ഡിഫറൻസ് ഇക്വേഷൻ. അപ്പോൾ നമുക്കിനി ചെയ്യേണ്ടത് ഇതിൽ നിന്ന് ഈ ഒരു എക്സ്പ്രഷൻ ഉണ്ടാക്കിയെടുക്കുക, h of e raised to j omega അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം, ഈ എക്സ്പ്രഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ y of e raised to j omega by x of e raised to j omega അല്ലേ. അത് നമുക്കറിയാം, വിച്ച് ഈസ് സിംപ്ലി h of e raised to j omega. അപ്പോൾ നമ്മുടെ ഈ എക്സ്പ്രഷൻ ഒന്ന് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും y of e raised to j omega കോമൺ ആണ്. സോ റിമൈനിങ് ക്വാണ്ടിറ്റീസ് നമ്മൾ ഒന്ന് എഴുതി കഴിഞ്ഞാൽ 1 minus 3/4 e raised to minus j omega plus 1/8 e raised to minus 2j omega. നമ്മുടെ എക്സ്പ്രഷൻ കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കിനി ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സ്പ്രഷനെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് h of e raised to omega കിട്ടി, നമ്മുടെ ഒരു പാർട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി വേണ്ടത് h of n ആണ്. അപ്പോൾ ഈ h of e raised to omegയുടെ ഇൻവേഴ്സ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് വെച്ച് ഇതിനെ എന്ത് ചെയ്യുക, ഫാക്ടറൈസ് ചെയ്യാം. ഇതിനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു പാർട്ട് കഴിഞ്ഞിട്ടുണ്ട്, നമ്മൾ അടുത്ത് നോക്കുകയാണ് ഇതെങ്ങനെ ഫാക്ടറൈസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഡിനോമിനേറ്റർ ടൈമിനെ രണ്ട് രീതിയിൽ ചെയ്യാം. ഇതിനെ പോസിറ്റീവ് ആക്കിയിട്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു ഡൊമൈനിൽ നിന്നിട്ട് തന്നെ അതിൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം. സോ ഇവിടുത്തെ കേസിൽ നമുക്ക് കിട്ടുന്നത് 1/2 e raised to minus j omega into 1 minus 1/4 e raised to minus j omega. സോ ഈ രണ്ട് ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇതേ ആൻസർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. 1 minus 1/2 e raised to minus j omega, then 1 minus 1/4 e raised to minus j omega. ഇതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യണം. സോ a by 1 minus 1/2 e raised to minus j omega plus b by 1 minus 1/4 e raised to minus j omega. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഇനി നമുക്ക് വേണ്ടത് എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ LCM എടുത്ത് ഡിനോമിനേറ്റർ സെയിം ആക്കും. അപ്പോൾ നോക്കുക a ഇൻറ്റു 1 minus 1/4 e raised to minus j omega plus b into 1 minus 1/2 e raised to minus j omega. Denominator 1 by 1 minus e raised to minus j omega into
1 മൈനസ് 1/4 ഇ റേസ് ടു മൈനസ് ജി ഒമേഗ. അപ്പോൾ നോക്കാം, നമുക്ക് ന്യൂമറേറ്റർ ഇക്വേറ്റ് ചെയ്യാം. ന്യൂമറേറ്റർ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു 1 ഒരു ടൈം കിട്ടും, മൈനസ് 1/4 എ. ഇവിടുത്തെ ടേം നമുക്ക് എഴുതി കഴിഞ്ഞാൽ മൈനസ് 1/2 ബി ഇസ് ഈക്വൽ ടു 0. കോൺസ്റ്റൻറ്റ് ടൈം എന്ന് പറയുന്നത് 0 ആയിട്ട് കിട്ടും. അല്ല ഓക്കെ, ഇ റൈസ് ടു ജി ഒമേഗ ടേം എന്ന് പറയുന്നത് 0 ആയിട്ട് കിട്ടും. സോ ഇക്വേഷൻസ് ഒക്കെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് എയുടെ വാല്യൂ, സോ ഒരു കോൺസ്റ്റൻറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടും. എയുടെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 2 എന്നാണ്. എയുടെ വാല്യൂ 2 കിട്ടും. ബിയുടെ വാല്യൂ നമുക്ക് കിട്ടാൻ പോകുന്നത് ഇറ്റ്സ് -1. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. എയുടെ വാല്യൂ 2 എന്നും ബിയുടെ വാല്യൂ -1 ആണ്. സോ നമുക്കിനി ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നോക്കുക, ഇവിടെ എ ഉണ്ട്. എയുടെ സ്ഥാനത്ത് നമ്മൾ 2 കൊടുക്കുക, ബിയുടെ സ്ഥാനത്ത് -1 കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അറിയേണ്ടത് എ റൈസ് ടു എൻ ഇൻറ്റു യു ഓഫ് എൻ. ആ പറയുന്ന സിഗ്നലിൻ്റെ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് 1/1 മൈനസ് എ ഇ റൈസ് ടു മൈനസ് ജി ഒമേഗ ഫോമിലാണ്. അപ്പോൾ ഈ ഒരു റിസൾട്ട് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. അപ്പോൾ എന്ത് കിട്ടും? എച്ച് ഓഫ് എൻ എന്ന് പറയുന്നത് 2 ഇൻറ്റു 1/2 ദ ഹോൾ റൈസ് ടു എൻ ഇൻറ്റു യു ഓഫ് എൻ. ദെൻ നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് -1 ഇൻറ്റു 1/4 ദ ഹോൾ റൈസ് ടു എൻ ഇൻറ്റു യു ഓഫ് എൻ. അപ്പോൾ നമ്മുടെ എച്ച് ഓഫ് എന്നും കിട്ടിയിട്ടുണ്ട്, എച്ച് ഓഫ് ഇ റൈസ് ടു ജി ഒമേഗയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇമ്പൾസ് റെസ്പോൺസും കിട്ടി, നമുക്ക് ഈ ക്വാണ്ടിറ്റിയും കിട്ടി. അപ്പോൾ നമുക്ക് നോർമലി ഈ പറയുന്ന പ്രോബ്ലം ചെയ്യുമ്പം ഓരോ സ്റ്റെപ്പിനും നമുക്ക് മാർക്ക് ഉണ്ടാവും. അപ്പോൾ നമുക്ക് എച്ച് ഓഫ് ഇ റൈസ് ടു ജി ഒമേഗ കണ്ടുപിടിക്കും. എനിക്ക് തോന്നുന്നു ടോട്ടൽ മാർക്ക് ഒരു 7 മാർക്സിൻ്റെ ക്വസ്റ്റൻ ആയിരുന്നു. അപ്പോൾ നാച്ചുറലി ഈ പറയുന്ന എച്ച് ഓഫ് ഇ റൈസ് ടു ജി ഒമേഗ കാണുന്നതിന് 1 മാർക്ക് ഉണ്ടാവും, 2 മാർക്ക് ഉണ്ടാവും. എച്ച് ഓഫ് എൻ കണ്ടുപിടിക്കുന്നതിന് 2 മാർക്ക് ഉണ്ടാവും. പിന്നെ സ്റ്റെപ്പിനായിരിക്കും റിമൈനിങ് മാർക്സ് വരുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് സ്റ്റെപ്പ് ഇവിടെ സ്കിപ്പ് ചെയ്താണ് എഴുതിയത്. നിങ്ങൾ എഴുതുമ്പോൾ എല്ലാ സ്റ്റെപ്സും എഴുതിയിട്ട് വേണം പ്രോബ്ലം ചെയ്യാൻ. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്, ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. ഫൈൻഡ് ദ DTFT ഓഫ് ദ ഗിവൺ സിഗ്നൽ എക്സ് ഓഫ് എൻ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഈ വേവ് ഫോം എന്ന് പറയുന്നത് നമുക്കറിയാം, എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു 1 ഫോർ മോഡുലസ് ഓഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n1 ആൻഡ് 0 ഫോർ മോഡുലസ് ഓഫ് എൻ ഗ്രേറ്റർ ദാൻ n1. ഇത് നമുക്കറിയാം, നമ്മുടെ റെക്ടാങ്കിൾ പൾസാണ് ഡിസ്ക്രീറ്റ് ടൈം ഡൊമൈനിലുള്ളത്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. നമ്മൾ ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു ബേസിക് ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ കുറച്ച് ലെങ്തി ആണ് ഇതിൻ്റെ ഡെറിവേഷൻ, ബട്ട് നമുക്ക് ആൻസറിലേക്ക് എത്തുന്ന ഒരു ക്വാണ്ടിറ്റി ആണ്. നോക്കുക, ഈ പറയുന്ന ക്വാണ്ടിറ്റി പറഞ്ഞേക്കുന്നത് n1 എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ഉണ്ട്, -n1 എന്ന് പറയുന്ന പോയിൻ്റ് ഉണ്ട്. അതായത് മോഡുലസ് ഓഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ n1 എന്ന് പറഞ്ഞു. അപ്പോൾ ഈ രണ്ട് വാല്യൂസിന് ഇടയ്ക്ക് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പൾസ്, അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1 ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ള സ്ഥലത്തേക്ക് 0 ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റെക്ടാങ്കുലർ പൾസ് ഡിസ്ക്രീറ്റ് ടൈം ഡൊമൈനിൽ. ഈ സിഗ്നലിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് സിഗ്നൽ അറിയാം, -n1 ടു n1 ആണ്. അപ്പോൾ നമ്മുടെ എക്സ് ഓഫ് ഇ റൈസ് ടു ജി ഒമേഗയുടെ ഫോർമുല എന്ന് പറയുന്നത് സിഗ്മ n ഇസ് ഈക്വൽ ടു -∞ to ∞ എക്സ് ഓഫ് എൻ ഇ റൈസ് ടു മൈനസ് ജി ഒമേഗ എൻ ആണ്. നമ്മൾ എല്ലാ കേസിലും ഈ ഫോർമുലയൊക്കെ എഴുതി പോകണം. അപ്പോൾ നോക്കുക, ഈ ഫോർമുലയിൽ നമുക്കൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് ഫുൾ ഇവാലുവേറ്റ് ചെയ്യേണ്ട, എവിടെ തൊട്ട് ചെയ്താൽ മതി, n1 തൊട്ട് അല്ലേ. അപ്പോൾ സിഗ്മ n ഇസ് ഈക്വൽ ടു -n1 തൊട്ട് n1. ആ ഡ്യൂറേഷനിലെ സിഗ്നലിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്, ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ എൻ. അപ്പോൾ നമുക്ക് നോക്കാം, ഈ പറയുന്ന എക്സ്പ്രഷനിൽ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ എൻ അല്ലേ, ആദ്യത്തെ വാല്യൂ n1. അവിടെ നിന്ന് എഴുതി പോയി കഴിഞ്ഞാൽ നോക്കുക, അങ്ങനെ n1ൻ്റെ വാല്യൂ കുറച്ച് 0 വരും. അത് കഴിഞ്ഞ് പ്ലസ് ഇട്ട് എഴുതി പോയി കഴിഞ്ഞാൽ ഫൈനലി നമുക്ക് കിട്ടുന്നത് ഇ റൈസ് ടു ഓൾറെഡി നമുക്ക് മൈനസ് ആണ്. അപ്പോൾ -n1 കൊടുക്കുമ്പോൾ ഇത് +n1 ആയി. ഫൈനലി കിട്ടുന്ന ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ n1. അപ്പോൾ ഇതാണ് നമ്മൾ ആ സീരീസ് എക്സ്പാൻഡ് ചെയ്താൽ കിട്ടുന്നൊരു ടേം. പക്ഷെ നമുക്ക് ഈ പറയുന്ന ക്വസ്റ്റനിൽ ഒരു സിംപ്ലിഫിക്കേഷൻ വേണം. കാരണം എങ്ങനെ ഇത് സിംപ്ലിഫൈ ചെയ്ത് എഴുതാമെന്നുള്ളൊരു പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ആൻസർ നമുക്കറിയാം, റെക്ടാങ്കിൾ പൾസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എഴുതുമ്പോൾ സൈനിൻ്റെ ടൈംസ് അല്ലെങ്കിൽ സിങ്കിൻ്റെ ഒരു ഫോർമാറ്റിലാണ് നമുക്ക് ആൻസർ വരിക. അപ്പോൾ ആ ഫോർമാറ്റിലേക്ക് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് കിട്ടത്തുള്ളൂ. പലരും ചെയ്യുന്ന ഇവിടെ വെച്ച് എഴുതിയിട്ട് ഇത് സിംപ്ലിഫൈ ചെയ്ത് അങ്ങ് പോകും. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് സ്റ്റാൻഡേർഡ് സിഗ്നൽ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫൈനൽ ആൻസർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ സ്റ്റെപ്പ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ
അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന ഒരു സിംപ്ലിഫിക്കേഷൻ രണ്ടുമൂന്ന് രീതിയിൽ ചെയ്യാം. നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്തുനിന്ന് നോക്കുക ഇ റേസ് ടു ജെ ഒമേഗ എൻ വൺ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഞാൻ കോമൺ ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ, ഇ റേസ് ടു ജെ ഒമേഗ എൻ വൺ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈമിൽ നിന്ന് അത് പോയി. സോ ഇ റേസ് ടു 0 ദെൻ പ്ലസ് ഒരു ടൈം വെച്ച് കുറയും അല്ലേ. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് വന്ന് നോക്കുമ്പോൾ ഇവിടെ ഓൾറെഡി ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ എൻ വൺ ആയിരുന്നു. അതിൽ നിന്ന് ഇ റേസ് ടു ജെ ഒമേഗ എൻ വൺ നമ്മൾ ഔട്ടർ എടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ബിക്കംസ് ഇ റേസ് ടു മൈനസ് 2j ഒമേഗ എൻ വൺ. അതൊക്കെ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ആയിരിക്കും ഫൈനലി കിട്ടുക. ഇനി നമുക്ക് നോക്കാൻ കഴിഞ്ഞാൽ മനസ്സിലാവും ഇതൊരു സീക്വൻസ് ആണ്. ഓക്കെ, ഈ സീക്വൻസിൻ്റെ നമുക്കറിയാവുന്ന റിസൾട്ടുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. നമുക്കറിയാവുന്ന ഒരു ഫൈനൈറ്റ് സീക്വൻസിൻ്റെ എക്സ്പ്രഷനിലേക്ക് നമുക്കിതിനെ ഒന്ന് കൊണ്ടുവരാം. നമുക്കറിയാവുന്ന ഒരു ഫൈനൈറ്റ് സീക്വൻസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നതാണ് n = 0 to n ആണെങ്കിൽ a raised to n ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം 1 - a raised to n + 1 by 1 - c. അപ്പോൾ നോക്കുക ഇതിനെ നമ്മൾ സമ്മേഷൻ്റെ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ സോ e raised to j ഒമേഗ n1. സോ റിമൈനിങ് ടൈം എന്ന് പറയുന്നത് n = 0 to മാക്സിമം 2n1 വരെ പോകുന്നുണ്ട് അല്ലേ. 2n1 e raised to - j ഒമേഗ n. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ എക്സ്പ്രഷൻ മാറ്റി എഴുതാം. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഈ രണ്ട് എക്സ്പ്രഷൻ്റെ റിസൾട്ട് ഇതിനകത്ത് കൊടുക്കുകയാണെങ്കിൽ e raised to j ഒമേഗ n1 1 - e raised to j ഒമേഗ 2n + 1. ഓക്കെ, 2n + 1 ഇൻറ്റു n ഡിനോമിനേറ്ററിൽ 1 - e raised to - j ഒമേഗ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പ്രഷനായിട്ട് ഇതിനെ മാറ്റാൻ പറ്റും. പക്ഷേ നമുക്ക് ഇനിയും ഒരു പ്രോബ്ലം ഉണ്ട്. നമുക്ക് ഇതിനെ ഒരു സൈൻ ഫോമിൽ എഴുതണം. അപ്പോൾ നമുക്കിവിടെ ഓയിലേഴ്സ് ഫോർമുല ഒന്ന് നോക്കാം. e raised to j θ മൈനസ് e raised to - j θ by 2j. അപ്പോൾ ഈ ഫോർമാറ്റിലാണെങ്കിൽ നമുക്ക് അതിനെന്ത് എഴുതാം, സൈൻ തീറ്റ എന്ന് എഴുതാം. അപ്പോൾ ഈ എക്സ്പ്രഷൻ ഓൾമോസ്റ്റ് അതേപോലെ തന്നെയാണ് കിടക്കുന്നത്. നോക്കുക, ഇവിടെ ഒരു ടേം ഉണ്ട് e raised to - j ഒമേഗ 2n + 1 എന്നുള്ള ടേം ഉണ്ട്. ഇവിടെയുണ്ട് e raised to - j ഒമേഗ. പക്ഷേ ഇപ്പുറത്തെ സൈഡിലേക്ക് നമുക്കൊരു ടേം ഇല്ല. അപ്പോൾ നോക്കുക, ഈ ഒരു എക്സ്പ്രഷനെ 1നെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം e raised to j ഒമേഗ ഇൻറ്റു e raised to - j ഒമേഗ. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, e raised to 0. e raised to 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് എന്താ by 2 വേണമെങ്കിലും എഴുതാം. ശരിയല്ലേ? അപ്പോൾ നോക്കുക, ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന ടൈമിനെ റീപ്ലേസ് ചെയ്യും. അതേപോലെ ടോപ്പ് പോർഷനിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ സ്റ്റെപ്സ് ഒന്ന് നോക്കാം. ലെങ്തി ആയതുകൊണ്ട് ഞാൻ ഡയറക്റ്റ്ലി അങ്ങ് പറയാം. നോക്കുക, നമ്മൾ ഈ ഒരു എക്സ്പ്രഷനിൽ e raised to - j ഒമേഗ 2n + 1 by 2നെ ഞാൻ കോമൺ ആയിട്ട് എടുക്കുന്നു എന്ന് വിചാരിക്കാം. സോ അങ്ങനെ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 1 ആയിരുന്നു ഓൾറെഡി. ഓക്കെ, അപ്പോൾ 1 കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൗണ്ടർ പാർട്ട് ഇത് മൈനസ് ആണ്, ഇത് പ്ലസ് ടേം ഉണ്ടാവും. ഇനി ഓൾറെഡി ഇവിടെ ഉള്ള ടേമിൽ ഒരു - j ഒമേഗ 2n + 1 ആണുള്ളത് അല്ലേ. അതിൽ നിന്ന് ഒരു ടേം ഹാഫ് നമ്മൾ എടുക്കുകയാണ്. സോ റിമൈനിങ് ഹാഫ് അവിടെ ഉണ്ടാവും. ഡിനോമിനേറ്ററിൻ്റെ കേസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഈ 1നെ നമുക്ക് ഈ രീതിയിൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഇതിൽ നിന്ന് e raised to - j ഒമേഗ 2 കോമൺ എടുത്തു. അപ്പോൾ ആ എക്സ്പ്രഷനിൽ എഴുതിയിട്ടുണ്ട്. ഇനി വരുന്നത് വെച്ചാൽ ഈ ഫ്രണ്ട് പോർഷനിലുള്ള റിമൈനിങ് ബ്രാക്കറ്റിന് വെളിയിലുള്ള എല്ലാ പോർഷനും നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. നോക്കുക, e raised to - j ഒമേഗ 2n + 1 by 2 അല്ലേ. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും e raised to - j ഒമേഗ n ഇൻറ്റു e raised to - j ഒമേഗ by 2. ഇനി ഡിനോമിനേറ്ററിലുള്ള ടേമും കൂടെ ന്യൂമറേറ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇവിടെ e raised to j ഒമേഗ 2 ഉണ്ട്, ഇവിടെ e raised to - j ഒമേഗ 2. അത് രണ്ടും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടും. അതേപോലെ e raised to - j ഒമേഗ നും e raised to + j ഒമേഗ ഉണ്ട്. സോ അതും പോയി. സോ റിമൈനിങ് ടേം ഉള്ളതെന്ന് പറഞ്ഞാൽ e raised to j θ മൈനസ് e raised to - j θ പോലെയാണ്. അപ്പോൾ ഡിവൈഡ് ബൈ ഒരു 2j വരും. അത് ന്യൂമറേറ്ററിലും നമ്മൾ ചെയ്യുമ്പോൾ വരും, ഡിനോമിനേറ്ററിലും വരും. സോ അത് രണ്ടും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ നമുക്ക് ഫൈനലി കിട്ടുന്ന ആൻസർ സൈൻ ഒമേഗ 2n + 1 by 2 ഡിവൈഡ് ബൈ സൈൻ ഒമേഗ by 2. ഇനിയും നമുക്ക് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്ത് ഒരു സ്റ്റാൻഡേർഡ് ഫോമിലേക്കൊക്കെ എഴുതാം. പക്ഷെ അത്രയും വേണ്ട. നമ്മൾ തൽക്കാലം ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്താലും നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിക്ക് ഫുൾ മാർക്ക് കിട്ടുന്നതാണ്. അപ്പം ഇതായിരുന്നു നമ്മുടെ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിൻ്റെ സ്റ്റെപ്പ് സിഗ്നലിൻ്റെ ആൻസർ. ഇനി നമുക്ക് ഒരു പാർട്ടും കൂടി ഉള്ളൂ ഈ പറയുന്ന ക്വസ്റ്റനിൽ, സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ദ കൺവല്യൂഷൻ പ്രോപ്പർട്ടി ഓഫ് DTFT. അപ്പോൾ നമുക്ക് അതും കൂടെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റനിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ ഫൈനൽ ആൻസറിന് ഏകദേശം 3 മാർക്കാണ് യൂണിവേഴ്സിറ്റിയിൽ അലോട്ട് ചെയ്തിരുന്നത്, 4 മാർക്സ് സ്റ്റെപ്പിനും. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ നേരത്തെ എഴുതിയ ഈ ഒരു ഫൈനൽ ആൻസറിലേക്ക് എഴുതി നടത്തണം. അപ്പോൾ സ്റ്റെപ്പിൻ്റെ ക്വസ്റ്റൻ എപ്പോൾ വന്നാലും ആലോചിക്കുക, ഈ ഫൈനൽ ആൻസർ ഇങ്ങനെ എഴുതുന്നതിന് നല്ല വെയിറ്റേജ് ഉണ്ട്. അപ്പോൾ അത് സ്റ്റാൻഡേർഡായിട്ടൊന്ന് പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമുക്കിനിയുള്ള ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് കൺവല്യൂഷൻ പ്രോപ്പർട്ടി ഓഫ് DTFT ആണ്. അപ്പോൾ DTFTയുടെ കൺവല്യൂഷൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇതാണ്.
നമുക്കറിയാം y ഓഫ് n ഒരു എൽ ടി ഐ സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ട് y ഓഫ് n ക്യാൻ ബി റിട്ടേൺ ആസ് എക്സ് ഓഫ് n കൺവല്യൂഷൻ എച്ച് ഓഫ് n ആണ്. സോ നമ്മൾ ഇതിൻ്റെ അതായത് ടൈം ഡൊമൈനിലെ കൺവല്യൂഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷനായിട്ട് പോകും. ഇതാണ് ഡി ടി എഫ് ടിയുടെ പ്രോപ്പർട്ടി, ഡി ടി എഫ് ടിയുടെ കൺവല്യൂഷൻ പ്രോപ്പർട്ടി. സോ എക്സ് ഓഫ് ഇറേസ് ടു ജെ ഒമേഗ ഇൻറ്റു എച്ച് ഓഫ് ഇറേസ് ടു ജെ ഒമേഗ, ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിനെ ഇതിൻ്റെ പ്രൂഫിലേക്ക് നോക്കാം. ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് കൺവല്യൂഷൻ. അപ്പോൾ ടൈം ഡൊമൈൻ കൺവല്യൂഷൻ ഇൻ ടൈം ഡൊമൈൻ ബിക്കംസ് മൾട്ടിപ്ലിക്കേഷൻ ഇൻ ഫ്രീക്വൻസി ഡൊമൈൻ. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടെ എഴുതുന്നതിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം y ഓഫ് n ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് n കൺവല്യൂഷൻ എച്ച് ഓഫ് n എന്ന് പറയുന്നതിൻ്റെ എക്സ്പ്രഷൻ നമ്മളിങ്ങനെയാണ് എഴുതുക. സിഗ്മ k ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് k ഇൻറ്റു എച്ച് ഓഫ് n മൈനസ് k. ഇതാണ് നമ്മുടെ ആ തന്നിരിക്കുന്ന എക്സ്പ്രഷൻ്റെ ആക്ച്വൽ എക്സ്പ്രഷൻ. നോക്കുക, നമുക്ക് ഫോറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ y ഓഫ് ഇ റേസ് ടു ജി ഒമേഗ. നമുക്ക് കണ്ടുപിടിക്കേണ്ട y ഓഫ് ഇ റേസ് ടു ജി ഒമേഗയാണ്. നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് സിഗ്മ n ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി, ഇത് y ഓഫ് n ഇ റേസ് ടു മൈനസ് ജി ഒമേഗ ആണ്. സോ y ഓഫ് എൻ്റെ പ്ലേസിൽ നമുക്ക് എന്ത് കൊടുക്കാം, അതിൻ്റെ എക്സ്പ്രഷൻ കൊടുക്കാം അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും, സിഗ്മ n ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി, y ഓഫ് എൻ്റെ പ്ലേസിലുള്ളത് ഇത്രയും ക്വാണ്ടിറ്റിയാണ് അല്ലേ. അപ്പോൾ ഈ സാധനം അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നോക്കുക, സിഗ്മ ഒരു സിഗ്മയും കൂടെ വന്നു, k ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് k ഇൻറ്റു എച്ച് ഓഫ് n മൈനസ് k. ഇനി ഒരു ടേം ഇവിടെ ബാക്കിയുണ്ട്, ദാറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് ജി ഒമേഗ n. ഇത്ര ആയിട്ടുണ്ട് നമുക്ക്. ഇനി നോക്കുക, ഇതിനകത്ത് രണ്ട് സമ്മേഷൻ വരുന്നുണ്ട്, അതേപോലെ വേരിയബിൾസും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓർഡർ ഓഫ് ഇൻ്റഗ്രേഷൻ എന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചേഞ്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒന്ന് ചേഞ്ച് ചെയ്യാണ്. k is equal to minus infinity to infinity x of k. So remaining term എന്ന് പറയുന്നത് n is equal to minus infinity to infinity h of n minus k into e raised to minus j omega n. ഇപ്പോൾ നോക്കുക, ഇതിനകത്ത് നമ്മൾ ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തു എന്നേ ഉള്ളൂ. നോക്കുക, k ഇതിൻ്റെ വേരിയബിൾ അല്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്തത്. പക്ഷേ ഇവിടെ n ഉണ്ട്, അതുകൊണ്ട് ഞാൻ അവിടെ മെയിൻറ്റെയിൻ ചെയ്തു. നോക്കുക, ഈ n മൈനസ് കെക്ക് നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു, ലെറ്റ് ബി m. ഓക്കെ, അപ്പോൾ ഐ എം എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താലും നോക്കുക, വെൻ n ടെൻഡിങ് ടു മൈനസ് ഇൻഫിനിറ്റി m is also tending to minus infinity, then n is tending to infinity m is also tending to infinity. ഇക്വേഷനിൽ കൊടുത്ത് നോക്കിയാൽ മതി. പിന്നെ ഇതേപോലെ നമുക്ക് n-ന് ഒരു എക്സ്പ്രഷൻ എഴുതാം, ദാറ്റ് ഈസ് k പ്ലസ് m. ഈ സബ്സ്റ്റിറ്റ്യൂഷൻസ് നമുക്കിവിടെ കൊടുക്കാം. നോക്കുക, സിഗ്മ k is equal to മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് k ഇൻറ്റു സിഗ്മ m is equal to മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എച്ച് ഓഫ് n മൈനസ് കെയിൽ നമുക്ക് m എന്ന് എഴുതാം, n മൈനസ് കെക്ക് പകരം. ഇവിടെയുള്ള ഫാക്ടറിൽ n ഉണ്ടായിരുന്നു അല്ലേ, ഈ n-ന് നമ്മൾ എന്ത് എക്സ്പ്രഷൻ കൊടുക്കുന്നു, ഇ റേസ് ടു മൈനസ് ജെ കെ പ്ലസ് എം ഇതും കൊടുത്തു. അപ്പോൾ നമുക്ക് ഇ റേസ് ടു മൈനസ് ജെ കെ പ്ലസ് എമ്മിനെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഇങ്ങനെ എഴുതാം, ഇ റേസ് ടു മൈനസ് ജെ കെ എൻ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ കെയും ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ എമ്മും അല്ലേ, എന്നിനെ റീപ്ലേസ് ചെയ്താൽ കൊടുക്കും. നമുക്ക് രണ്ട് ടൈമായിട്ട് എഴുതാം. അപ്പോൾ നോക്കുക, ഇതിനകത്ത് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ എമ്മും ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ കെയും. അപ്പോൾ നോക്കുക, ഈ ഒരു ടേം നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇത്രയും ടൈം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി ഇത് ആക്ച്വലി നമ്മുടെ ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ പോലൊരു സാധനമാണ്. നോക്കുക, ഇവിടെ n ഉണ്ട് അല്ല, ഇവിടെ n ഉണ്ട്, ഇവിടെ n ഉണ്ട്, അതിന് നമ്മൾ എന്താ ട്രാൻസ്ഫോം എന്ന് പറയാം. അപ്പോൾ നോക്കുക, എച്ച് ഓഫ് ഇവിടെ n ആണെങ്കിൽ നമുക്കിത് എന്ത് പറയാം, എച്ച് ഓഫ് n-ൻ്റെ ട്രാൻസ്ഫോം ആണ്. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റീനെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് എന്ത് പറയാം നമുക്ക്, ദിസ് ഇസ് സിംപ്ലി എച്ച് ഓഫ് ഇ റേസ് ടു ജി ഒമേഗ. എച്ച് ഓഫ് n-ൻ്റെ ട്രാൻസ്ഫോം എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് വരിക അല്ലേ, n-ന് വരെ m എന്നുള്ളൊരു വേരിയബിൾ വന്നു, അത്രയേ ഉള്ളൂ. നോക്കുക, റിമൈനിങ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് സിഗ്മ k is equal to മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് k ഇൻറ്റു ഒരു ടൈം ബാക്കിയുണ്ട് അവിടെ അല്ലേ, ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ കെ. അതുപോലെ എച്ച് ഓഫ് ഇ റേസ് ടു ജി ഒമേഗ എന്ന് പറഞ്ഞാൽ ഈ വേരിയബിൾ ഒന്നും ബാധിക്കില്ല, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ എഴുതാം, എച്ച് ഓഫ് ഇ റേസ് ടു ജി ഒമേഗ. അപ്പോൾ നമുക്ക് ഈ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഏതാണ്, എക്സ് ഓഫ് കെ അല്ലേ, ഇവിടെ n-ന് പകരം കെ എന്ന് വന്നതേ ഉള്ളൂ. അപ്പോൾ എന്താ, എക്സ് ഓഫ് കെയുടെ ഫൊറിയർ ട്രാൻസ്ഫോം ആണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം, എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ ഇങ്ങനെ എഴുതാം, എച്ച് ഓഫ് ഇ റേസ് ടു ജി ഒമേഗ ഇൻറ്റു എക്സ് ഓഫ് ഇ റേസ് ടു ജി ഒമേഗ. ഇതാണ് നമ്മുടെ ഡി ടി എഫ് ടിയുടെ
കൺവല്യൂഷൻ പ്രോപ്പർട്ടിയുടെ പ്രൂഫ്. ഇതും സിമ്പിളാണ്, ജസ്റ്റ് എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആകെ ഒരു കാര്യം ചെയ്യുന്നത് n-k എന്ന് പറയുന്ന വേരിയബിളിൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നുള്ളൂ, എന്നിട്ട് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ഓർഡർ ഓഫ് സമ്മേഷൻ ഒന്ന് ചേഞ്ച് ചെയ്യുന്നു, ഗ്രൂപ്പ് ചെയ്യുക, ഫൈനൽ നിങ്ങൾക്ക് കിട്ടും. സോ ഇതും നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, സ്റ്റേറ്റ്മെൻറ്റിനൊരു മിനിമം മാർക്ക് ഉണ്ടാവും. 3 മാർക്സിനടുത്താണ് സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളത്. ബാക്കി ആ പ്രൂഫിന് ഒരു 4 മാർക്ക്. ആ രീതിയിലായിരിക്കും നോർമലി നമ്മുടെ സ്കീം വരിക. അപ്പോൾ 3 മാർക്സ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളും ഫസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾക്ക് എഴുതാം. അപ്പോൾ ഇവിടെ വരയ്ക്കുമ്പോഴേക്കും നമുക്ക് LTI സിസ്റ്റം കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യാം, ഒന്ന് വരച്ച് കാണിച്ച് പറയാം. എന്താണ് ഡിസ്ക്രീറ്റ് ടൈം LTI സിസ്റ്റം, എന്താണ് x ഓഫ് n, എന്താണ് y ഓഫ് n. അപ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, നമ്മൾ നോർമലി മാത്സിൻ്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ വാല്യൂസ് അങ്ങ് ചെയ്ത് പോത്തേ ഉള്ളൂ. പക്ഷേ എക്സാമിന് എഴുതുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ x ഓഫ് n ആണ് ഇൻപുട്ട്, y ഓഫ് n ഔട്ട്പുട്ടാണ്, ഡിസ്ക്രീറ്റ് ടൈം LTI സിസ്റ്റത്തിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് ആണ് h ഓഫ് n, അതിൻ്റെ ട്രാൻസ്ഫോം x ഓഫ് n ട്രാൻസ്ഫോം x ഓഫ് e റൈസ് ചെയ്യാം. ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ നമ്മൾ എഴുതണം. അപ്പോൾ നമ്മൾ എന്തിനാണ് ഇതിന് 3 മാർക്ക് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ അത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ അത് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഏരിയ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്, ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു ഏരിയ ആണെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.